അള്ളാഹുവിനെ എന്നെ സർവ്വതും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് സന്ദേശം. മൂന്നാമത്തേത്, ഇതെല്ലാം അനുസരിച്ച് ഉള്ള ഒരു തർബിയത്താണ്. അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, അള്ളാഹുവിനെ എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് എങ്ങനെ നാട്ടിലും സമൂഹത്തിലും നിലനിൽക്കണം അല്ലെങ്കിൽ നിലനിർത്തണം എന്നതാണ് ഈ തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശീലിപ്പിക്കുക. അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നതും അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതും ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കാതെ അത് പ്രവർത്തിച്ച് പരിചയിച്ച് പരിശീലിച്ച് മറന്നു പോവാതെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തർബിയത്തിന്റെ ശിക്ഷണം. അദ്ദേഹത്തിന്റെ സ്വഹാബാക്കൾ എപ്പോഴും ആ കാര്യം പറയാറുണ്ടായിരുന്നു. അവിദൂഹും അൽ ഖൈറ, നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ശീലിപ്പിക്കുക. ഈ പറഞ്ഞ അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുക എന്നതും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ദീനിനായിരിക്കുക എന്നതും ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിക്കുക എന്നതും ഒക്കെ നന്മയുടെ പുണ്യത്തിന്റെ ഭാഗമാണ്. അത് പെട്ടെന്ന് ഒരു നാൾ ഉണ്ടാവുന്നതല്ല. ഒരു റെഡിമെയ്ഡ് വസ്ത്രം വാങ്ങുന്ന എളുപ്പത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി കൊണ്ട് പകല് കൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് ശീലമാക്കുക സാധ്യമല്ല. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി വരണം. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം നിർവഹിച്ചു എന്നതാണ് ഖുർആനും ആവർത്തിക്കുന്നത്. അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇബ്രാഹിം നബി ഏറ്റെടുത്ത് ജീവിതത്തിൽ മറന്നു പോവാതെ എല്ലാം പൂർത്തിയാക്കി. അങ്ങനെ അല്ലാഹുവിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ജീവിതത്തെ നാം മാറ്റുകയും വേണം. അത് ഖുർആൻ പറഞ്ഞ പോലെ ഇബ്രാഹിം നബിക്ക് ഏർപ്പെടുത്തിയതുപോലെയുള്ള ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ജീവിതം. ഈ ജീവിതത്തിൽ പലതും അല്ലാഹുവിനെ പരീക്ഷിച്ച് അറിയേണ്ടതുണ്ട്. പലതരത്തിലുള്ള പരീക്ഷകൾ നമ്മൾ നടത്താറുണ്ട്, പങ്കെടുക്കാറുണ്ട്. സ്കൂളിലും കോളേജിലുമൊക്കെ 8-10 മാസം പഠിപ്പിച്ചിട്ട് അതിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആദ്യം പഠിപ്പിക്കുന്നു, എന്നിട്ട് പരീക്ഷിക്കുന്നു. എന്നാൽ അല്ലാഹുവിന്റെ പരീക്ഷ അങ്ങനെയല്ല. ആദ്യം പരീക്ഷിക്കും, അതിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. നമ്മുടെ ജീവിതത്തിലേക്കെല്ലാം തിരിഞ്ഞു നോക്കിയാൽ ധാരാളം പരീക്ഷണങ്ങൾ അങ്ങനെ വന്നുവിട്ടിട്ടുണ്ട്. എന്തെങ്കിലും പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അവിടെയാണ് വിഷയം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരീക്ഷണങ്ങളൊക്കെ വിജയകരമായത്, അത്തമ്മ പൂർണ്ണമായത്, അദ്ദേഹത്തെ ജനങ്ങൾക്കുള്ള ഒരു ഇമാമാക്കിയത് ഈ രൂപത്തിൽ ലഭിച്ച പരീക്ഷകളിലൊക്കെ അദ്ദേഹം പാഠം പഠിക്കുകയും അത് അദ്ദേഹത്തിന്റെ മില്ലത്തായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് അല്ലാഹു നൽകുന്ന, നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന എന്തെല്ലാം സന്ദർഭങ്ങളുണ്ടോ, പരീക്ഷണങ്ങളുണ്ടോ, അവയിൽ നിന്ന് പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുവാൻ നമ്മൾ തയ്യാറാകും. ആ പാഠങ്ങൾ തുന്നിച്ചേർത്താൽ ഒരു വലിയ പുസ്തകത്തെക്കാളും കനമുള്ള ഗ്രന്ഥമായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്നത്, നമ്മളുടെ ഭക്തിയെ ശാക്തീകരിക്കുന്നത് ഈ അനുഭവങ്ങളാണ്. അല്ലാഹുവിന് വേണ്ടി ഞാൻ ഇന്നത് ചെയ്തു, ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചു, ഈ രൂപത്തിലെല്ലാം ഞാൻ ജീവിച്ചു എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വലിയ ഒരു അസറ്റ് അല്ലെങ്കിൽ നിക്ഷേപമായിട്ട് മാറുന്നത്. ആ നിക്ഷേപമാണ് ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും നമുക്ക് ആശ്വാസമായിട്ട്, തണലായിട്ട്, താങ്ങായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും ഈ സന്തോഷം അനുഭവിക്കുന്ന, പങ്കുവെക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മറക്കാതിരിക്കുക. അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്ന വികാരം, എൻ്റെ എല്ലാം അല്ലാഹുവിന് സമർപ്പിക്കാൻ തയ്യാറാവുന്നു എന്ന ബോധം, ഇതനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം. നമ്മളുടെ മക്കൾക്കും കുടുംബത്തിനും നാട്ടിലെ എല്ലാവർക്കും
ജീവിക്കാൻ സാധിക്കണം എന്ന തർബീയത്ത് ചിന്ത, ഇത് മൂന്നുമുണ്ടെങ്കിൽ ഇന്നത്തെ ഇതുവരെ നാം മുഴക്കിയിരിക്കുന്ന തക്ബീർ എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാണ്, പൂർണ്ണമാണ്. ആ തക്ബീർ നമ്മൾ മനസ്സോട് പൂർണ്ണമായും ഇനിയുള്ള കാലത്ത് അതിൻ്റെ ആശയങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കും. അല്ലാഹു നമ്മയെല്ലാം എല്ലാ തൗഫീഖും നൽകി, എല്ലാ റഹ്മത്തും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് അവൻ അനുഗ്രഹിക്കുമാറാകും. സന്തോഷിക്കുന്ന, ആനന്ദം പങ്കുവെക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനൊന്നും സാധിക്കാത്ത എത്രയോ ആളുകൾ, പരശതം ആളുകൾ ഓരോ ഗ്രാമത്തിലും രാജ്യത്തും ലോകത്തെമ്പാടും പീഡനങ്ങൾക്ക് വിധേയമായി, ശത്രുക്കളുടെ അക്രമങ്ങൾക്ക് വിധേയമായി, മറ്റു എല്ലാ അന്യായങ്ങൾക്കും അനീതികൾക്കും ഇരയായിക്കൊണ്ട് ജീവിക്കുന്ന ഈ സമൂഹത്തെയും നമ്മൾ പ്രാർത്ഥനാപൂർവം സ്മരിക്കേണ്ടതുണ്ട്. അല്ലാഹു അവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, മതത്തിനോടും അല്ലാഹുവിനോടും പോരടിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ ശ്രമങ്ങളെയും പടച്ചവനെ നീ പരാജയപ്പെടുത്തണമേ. അവർക്ക്